മിനിമം എക്സ്പ്ലെയിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Ninth question. In the figure, O is the center of the circle. If a point is marked in this, what is the probability that it falls inside the shaded part? ഈ സർക്കിളിൽ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ പോയിൻ്റ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി, സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആംഗിൾ അറൗണ്ട് എ പോയിൻ്റ്, ഒരു പോയിൻറ്റിൻ്റെ O എന്ന പോയിൻറ്റിൻ്റെ ചുറ്റിനുമുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. ഈ ഷെയ്ഡ് ചെയ്തായിട്ടുള്ള രണ്ട് ആംഗിൾസാണ് ഇവിടെ തന്നിരിക്കുന്നത്, 30. അപ്പോൾ ടോട്ടൽ ആംഗിൾസ് ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ആകെ കോൺ എന്ന് പറയുന്നത് 30 + 30, ദാറ്റ് ഈസ് 60 ഡിഗ്രി. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി ദാറ്റ് ദ പോയിൻ്റ് ഫോൾസ് ഇൻസൈഡ് ദ ഷെയ്ഡഡ് പാർട്ട്, ഷെയ്ഡഡ് ഭാഗത്ത് ഈ രണ്ട് ഭാഗത്തായിട്ട്, ഈ രണ്ട് പാർട്ടിലായിട്ട് നമ്മൾ ഇടുന്ന ആ പോയിൻ്റ് വരണം. അപ്പോൾ അതിൻ്റെ ചാൻസ്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ടോട്ടൽ ആംഗിൾ ബൈ ദ ആംഗിൾ അറൗണ്ട് ദാറ്റ് പോയിൻറ്റ്, ദാറ്റ് ഈസ് 60/360. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/6. ദെയർഫോർ ദ പ്രോബബിലിറ്റി, സാധ്യത എന്ന് പറയുന്നത് 6/1. Fifth term of an arithmetic sequence is 70 and the ninth term is 50. Fifth term 70, ninth term 50. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സീക്വൻസിലെ ഓരോ ടേമും ഒരു പൊസിഷൻ കൂടുന്നതിനനുസരിച്ച് എന്തുമാത്രമാണ് കുറഞ്ഞു വരുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അറിയാം. ഫിഫ്ത്ത് ടേം 70, പൊസിഷൻ കൂടുമ്പോൾ ടേം കുറഞ്ഞു വരുന്നത് ഡിക്രീസിങ് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് കാണാനും എക്സ് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് x9ഉം x5ഉം തന്നിട്ടുണ്ട്. അപ്പോൾ x9 - x5/9 - 5, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 50 - 70/4, ദാറ്റ് ഈസ് -20/4 = -5. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് ക്ലിയറായി. അപ്പോൾ ഓരോ ടേമും എന്തുമാത്രമാണ് ഡിക്രീസ് ചെയ്ത് വരുന്നത്, എന്തുമാത്രം -5 എന്നാണ് കിട്ടിയത്. അപ്പം ഡിക്രീസ് ചെയ്യുന്നത് 5 വെച്ചാണെന്ന് ഫസ്റ്റ് പാർട്ട് കിട്ടി. പിന്നെ സെക്കൻഡ് പാർട്ട്, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 ഓക്കർ ഇൻ ദിസ് സീക്വൻസ്. ഇതിലെ 0 എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനിലുള്ള ടേമാണ്. നമുക്കറിയാം 9th ടേം എന്നുള്ള 50. അപ്പോൾ 50യിൽ നിന്ന് 50 പോയാൽ വേറെ മെത്തേഡിലും ചെയ്യാം കേട്ടോ. അപ്പോൾ 50യിൽ നിന്ന് 50 പോയാൽ 0 കിട്ടും. അപ്പോൾ ഈ 50 അതുപോലെ നമ്മൾ കീപ്പ് ചെയ്തു. അപ്പോൾ 50യിൽ നിന്ന് 50 പോകാൻ ഇവിടെ -5 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 10 × -5. അപ്പോൾ 50 എന്നുള്ള x9 ആണ്. 9th ടേമിനോട് 10 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഈ ടേം ഏതായി 0 ആയി. x9നോട് 10 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ x9നോട് 10 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ x19 ആണ്. 19th ടേം ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ 0 ആകുന്നത്. ഓക്കെ. ക്വസ്റ്റ്യനിൽ എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് beads and 4 white beads and another box contains 7 black and 8 white beads. ഒന്നാമത്തെ ബോക്സിലെ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തെ ബോക്സിൽ നമുക്ക് 6 ബ്ലാക്ക് ബീഡ്സും 4 വൈറ്റ് ബീഡ്സും ഉണ്ട്. സെക്കൻഡ് ബോക്സിൽ 7 ബ്ലാക്ക് ബീഡ്സും 8 വൈറ്റ് ബീഡ്സും ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി വേയ്സ് ക്യാൻ എ പെയർ ഓഫ് ബീഡ്സ് ബി ചോസൺ, 1 ഫ്രം ഈച്ച് ബോക്സ്. ഓരോ ബോക്സിൽ നിന്നും എത്ര നമ്പർ ഓഫ് വേയ്സിൽ നമുക്ക് ആ ബീഡ്സിനെ ചൂസ് ചെയ്യാമെന്നാണ് എടുക്കാമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ ടോട്ടൽ നമ്പർ 10, ഇവിടെ ടോട്ടൽ നമ്പർ 15. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേയ്സ് ഈക്വൽ ടു 10 × 15, ദാറ്റ് ഈസ് 150. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബ്ലാക്ക്. നമ്മൾ എടുക്കുന്ന ആ പെയർ എടുക്കുമ്പോൾ രണ്ടും ബ്ലാക്ക് ബീഡ് ആകാനുള്ള ചാൻസാണ് ചോദിച്ചേക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബ്ലാക്ക്, രണ്ടും ബ്ലാക്ക് ആകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിലെ ബ്ലാക്ക് ബീഡിൻ്റെ എണ്ണം 6, രണ്ടാമത്തേൽ 7. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബ്ലാക്ക് ഈക്വൽ ടു 6 × 7 ടോട്ടൽ നമ്പർ ഓഫ് വേയ്സ്, that is 42/150. കട്ട് ചെയ്യുമ്പോൾ 7/25. And the third part,
What is the probability that at least one is white? ഒരെണ്ണം അറ്റ്ലീസ്റ്റ് വൺ ഈസ് വൈറ്റ്, ഒരെണ്ണമെങ്കിലും വൈറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്കുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിലെ വൈറ്റ് ആകാം, രണ്ടാമത്തേതിലെ ബ്ലാക്ക് ആകാം, രണ്ടാമത്തേതിലെ വൈറ്റ് ആകാം, ആദ്യത്തേതിലെ ബ്ലാക്ക് ആകാം. ഒരെണ്ണമെങ്കിലും എന്ന് പറഞ്ഞിട്ടോട്ടെ, അറ്റ്ലീസ്റ്റ് വൺ ഈസ് വൈറ്റ്. അപ്പോൾ രണ്ടും വൈറ്റ് ആകുന്ന രീതിയിൽ നമുക്കെടുക്കാം. അപ്പോൾ 4 × 8 വരാം. അതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഈസ് വൈറ്റ്, ഒരെണ്ണമെങ്കിലും വൈറ്റ്. ആദ്യത്തേതിലെ വൈറ്റ് ബീഡ്സ് 4, രണ്ടാമത്തേതിലെ ബ്ലാക്ക് ബീഡ്സ് 7, പ്ലസ് അടുത്ത് വരുന്നത് ആദ്യത്തേതിലെ 6 ബ്ലാക്ക് ബീഡ്സ്, സെക്കൻഡ് ബോക്സിലേത് 8 വൈറ്റ് ബീഡ്സ്, പിന്നെ രണ്ടും വൈറ്റ് ബീഡ്സ് വരാനുള്ള വേസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 28 പ്ലസ് 6 × 8 48 plus 4 × 8 32. That is 108/150. 12th question. The second term of an arithmetic sequence is 5 and the sum of the first 6 terms is 60. സെക്കൻഡ് ടേം 5 എന്ന് തന്നിട്ടുണ്ട്, രണ്ടാമത്തെ പദം 5 എന്നും, ആദ്യത്തെ 6 പദങ്ങളുടെ തുക സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ് ഈസ് 60. ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേംസ്? അപ്പോൾ ഞാൻ ടേംസ് എല്ലാം എഴുതി. x1 x2 x3 x4 x5 x6 അങ്ങനെയുള്ള 6 പദങ്ങളാണ് തന്നേക്കുന്നത്. എന്നിട്ട് തന്നിട്ടുണ്ട് സെക്കൻഡ് ടേം 5 എന്നൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇത് 6 ടേംസ് ആണുള്ളത്. അപ്പോൾ x1 പ്ലസ് x6ഉം x2 പ്ലസ് x5ഉം x3 പ്ലസ് x4ഉം സെയിം ആണ്. അതാണ് എഴുതിയേക്കുന്നത്. x1 പ്ലസ് x6 ഈസ് ഈക്വൽ ടു x2 പ്ലസ് x5 ഈസ് ഈക്വൽ ടു x3 പ്ലസ് x4. അപ്പോൾ ഇത് സം, ഇതിൻ്റെ എല്ലാം 6 പദങ്ങളുടെയും കൂടെ സം എന്ന് പറയുന്നത് 60. അപ്പോൾ അങ്ങനെ 3 പേഴ്സ് ഉണ്ട്, 3 ജോഡികളുണ്ട്. അപ്പോൾ ഓരോ പെയറിൻ്റെയും ഓരോ ജോഡിയുടെയും തുകയെന്ന് പറയുന്നത് 60/3 = 20. സെക്കൻഡ് ടേം 5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ടേം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. x2 പ്ലസ് x5 = 20. x2ൻ്റെ ഇവിടെ 5 കൊടുത്തു. അപ്പോൾ x5 = 20 - 5 = 50. ഇതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഫിഫ്ത്ത് ടേം കിട്ടി. പിന്നെ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ്. x2 5 എന്നറിയാം, x15 15 എന്നും അറിയാം. അങ്ങനെയാണ് നോക്കിക്കേ, x2 x5 ആയപ്പോൾ പൊസിഷൻ 3 കൂടിയപ്പോൾ ടേംസ് 5 എന്നുള്ളത് 15 ആയി. അങ്ങനെയാണെങ്കിൽ പിന്നെയും അടുത്ത 3 ടേംസൂടെ മാറുമ്പോൾ x8 ആകും. പൊസിഷൻ മാറുമ്പം x8 എന്നുള്ളത് എത്രയാകും? 15 എന്നുള്ളത് അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 25 കിട്ടും. അപ്പോൾ x8 8ാം പദം കിട്ടി നമുക്ക് 25. നമുക്ക് പിന്നെ അറിയാവുന്നതാണ് മിഡിൽ ടേം ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടേംസ്. മധ്യപദം എന്ന് പറയുന്നത് തുക ബൈ പദങ്ങളുടെ എണ്ണം. ഇതിൽ നിന്ന് സം കാൽക്കുലേറ്റ് ചെയ്യാം. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഈ തേർഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ്, 15 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫോർമുലയിൽ നിന്ന് സം എന്ന് പറയുന്നത് സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ 15 എണ്ണത്തിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് x8, 8ാം പദം x8 ഇൻറ്റു ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് 15. x8 ഇൻറ്റു 15. x8 എന്നുള്ളത് നമുക്കിവിടെ 25 എന്നുണ്ട്. അപ്പോൾ 25 ഇൻറ്റു 15 ഈക്വൽ ടു 375. ദാറ്റ് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ്. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ. തേർട്ടീൻത് ക്വസ്റ്റ്യൻ. നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട്. 49 ആൾക്കാരുടെ വെയിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൾക്കാരുടെ എണ്ണവും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ്. ഫസ്റ്റ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് the weight, calculate the weight of the person at which position is taken as the median. ഏത് പൊസിഷനിലുള്ള ആൾക്കാരുടെ വെയിറ്റാണ് മീഡിയനായിട്ട് എടുക്കാൻ പറ്റുന്നത്. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 49. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏത് അസംഷനിലായിരിക്കും എടുക്കേണ്ടത്? അതിനോട് 1 കൂട്ടുക /2.
ഇത് ഓഡ് നമ്പർ ആയതുകൊണ്ട് അപ്പോൾ n+1/2 ഈക്വൽ ടു 49+1/2 ഈക്വൽ ടു 50/2 ഈക്വൽ 25. അപ്പം 25ാമത്തെ ആളുടെ വെയിറ്റ് ആയിരിക്കും നമ്മൾ മീഡിയനായിട്ട് എടുക്കുന്നത്. പിന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് 22ാമത്തെ ആളുടെ വെയിറ്റ് എത്രയായിരിക്കുമെന്ന്. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ഇത് തന്നെ ഈ 2 കോളം വരയ്ക്കച്ച് എഴുതണം. അതിൻ്റെ കൂടെ ഈ 2 കോളം കൂടെ എഴുതണം. ഫസ്റ്റ് ഈ റോയ്ക്ക് നേരെയായിട്ട് ഇത് വരണം. ബിലോ 40 അതിൻ്റെ അപ്പർ ലിമിറ്റ് 40 ആണ്. ഇവിടെ ഇതിൻ്റെ എല്ലാം അപ്പർ ലിമിറ്റ് ഇതാണ്. അപ്പം ബിലോ 40, ബിലോ 50 അങ്ങനെ എഴുതുക. ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സഞ്ചിതാവൃത്തി എഴുതുക. ബിലോ 40 ആകുമ്പോൾ ഇവിടെ 5 വരും. ബിലോ 50 ആകുമ്പോൾ 5 + 7 12. ബിലോ 60 ആകുമ്പോൾ 5 + 7 + 9 ദാറ്റ് ഈസ് 21. ബിലോ 70 ആകുമ്പോൾ ആ 21നോട് ഇവിടെയുള്ള 10 ആഡ് ചെയ്തു 31. അടുത്ത ബിലോ 80 ആകുമ്പോൾ 31 + 10 41. അടുത്ത ബിലോ 90 ആകുമ്പോൾ 41 + 8 ദാറ്റ് ഈസ് 49. അപ്പം 22ാമത്തെ ആളുടെ വെയിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. C/F നോക്കുക. ക്ലാസ് ഇൻ്റർവെല്ലാണ് CA. മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് F. ക്ലാസ് ഇൻ്റർവെൽ കാണാൻ ഇതിൻ്റെയുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ 40 - 30 ഈക്വൽ ടു 10 ക്ലാസ് ഇൻ്റർവെൽ. ഇനി മീഡിയൻ ക്ലാസ് ഏതാണെന്ന് കിട്ടാൻ നമുക്ക് മീഡിയൻ അസ്യൂം ചെയ്തേക്കുന്ന 25ാമത്തെ ആളുടെ വെയിറ്റ് എന്നാണ്. അപ്പോൾ 25ാമത്തെ ആളുടെ വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ് ഏതാണെന്ന് നോക്കുക. ഇവിടെ 21ാമത്തെ ആളുടെ വരെയുള്ളൂ, ഇവിടെ 31 വരെയുണ്ട്. അപ്പോൾ ആ 25ാമത്തെ ആളുടെ വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ ക്ലാസ്സിലാണ്. ദാറ്റ് ഈസ് 60 to 70. അതാണ് അതിൻ്റെ മീഡിയം ക്ലാസ്. അതാണ് ഞാനിവിടുന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അതിന് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 60 to 70 ആയതുകൊണ്ട് അതിന് ലോവർ ലിമിറ്റ് 60. അപ്പോൾ വെയിറ്റ് ഓഫ് ദ 22nd പേഴ്സൺ 22ാമത്തെ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60ക്കും ലോവർ ലിമിറ്റ് ഇവിടെ 60 ആണ്. 60ക്കും ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആണ്, 61. അപ്പോൾ 60ക്കും 61ൻ്റെയും ഒത്ത നടുക്കായിരിക്കും അതിൻ്റെ 22ാമത്തെ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60.5 kg. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് മീഡിയൻ വെയിറ്റ് ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ദ 25th പേഴ്സൺ ദാറ്റ് ഈസ് X25. X22 നമുക്കറിയാം 60.5 ആണ്. അപ്പോൾ X22നോടുകൂടി വി ഹാവ് ടു ആഡ് 3 കോമൺ ഡിഫറൻസ്, 3 പൊതുവ്യത്യാസം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 60.5 + 3 × 1 കോമൺ ഡിഫറൻസ് 1 ദാറ്റ് ഈസ് 63.5 kg. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചെയ്തു പഠിക്കണം. ഓക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.